എങ്ങനെ അറിയാമോ? ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹലോ, അല്ല എന്താ ഇവിടെ? ഞാൻ പാചകം ചെയ്യാനായിട്ട് ഇന്ന്. അല്ല, ഇത് ശാന്തിഗിരി ന്യൂസിന്റെ വെസ്റ്റ് കോർണറിന്റെ കിച്ചൺ അല്ലേ? എന്താ ശാന്തിഗിരി ന്യൂസിന്റെ വെസ്റ്റ് കോർണറിൽ ഞാൻ പാചകം ചെയ്താൽ ശരിയാവില്ലേ? അല്ല, ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇന്ന് വിഷു അല്ലേ, അപ്പോൾ വിഷു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യാനായിട്ട് നമ്മുടെ പെൺപിള്ളേരൊക്കെ ഇവിടെ റെഡിയാണ്. അതൊക്കെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അത് ശരി. അപ്പൊ കിച്ചൺ അങ്ങ് കയ്യേറി. ഇന്ന് ഞാൻ കയ്യേറി. അപ്പൊ ശാന്തിഗിരി ന്യൂസ് വെസ്റ്റ് കോർണർ വിഷു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യാൻ ഇവിടെ ഒരാൾ റെഡിയാണ്. എന്താവോ എന്തോ, എന്തായാലും നമുക്ക് കണ്ടറിയാം. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയേക്കാം. ഓക്കെ. എൻ്റെ പേര് സന്ധിപ്രിയൻ. ഇന്ന് നമ്മൾ വിഷു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് തൃശ്ശൂരിൻ്റെ സ്പെഷ്യലായിട്ടുള്ള വിഷുക്കട്ട എന്ന ഒരു ഐറ്റമാണ്, ഒരു ഫുഡ് സ്പെഷ്യൽ ഐറ്റമാണ്. നമ്മൾ ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു ചെറിയൊരു സ്നാക്സും അല്ല, അങ്ങനത്തെ ഒരു ഐറ്റമാണ്. അങ്ങനെ ഇതെല്ലാം തുടങ്ങുന്നതിന് മുമ്പായി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസ. വിഷുക്കട്ട ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ളത് കുത്തരിയാണ്. പിന്നെ തേങ്ങാപ്പാൽ, ഒന്നാം പാലും വേണം, നമുക്ക് രണ്ടാം പാലും വേണം. ഈ കുത്തരി ഞാൻ രണ്ടാം പാലിൽ വേവിച്ച് ഇച്ചിരി ഉപ്പിട്ട് വേവിച്ചിട്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ. പിന്നെ നമുക്ക് ആവശ്യം ജീരകമാണ്. ഈ രണ്ട് ഐറ്റംസും നമ്മൾ റെഡിയാക്കി ആദ്യം തന്നെ വെക്കണം. അങ്ങനെ നമ്മൾ വിഷുക്കട്ട ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ആദ്യമായി ഞാൻ സ്റ്റൗ കത്തിക്കാൻ പോവാണ്. സ്റ്റൗ നമ്മൾ സിമ്മിലിട്ട് വെക്കണം. ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ കുത്തരി രണ്ടാം പാലിൽ വേവിച്ചത് ഞാനത് ഇടുവാണ്. ഇതിൽ നമ്മുടെ ആവശ്യത്തിന് മാത്രം നമ്മളിപ്പോൾ ഇതിനകത്ത് ഇടുന്നത് ഞാൻ. ഇതിന് ശേഷം നമ്മൾ ഒന്നാം പാൽ ഇതിനകത്ത് ഒഴിച്ചിട്ട് നന്നായി ഇത് ഇളക്കി വേവിക്കണം. അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള കുത്തരി വേവിച്ചത് ഇതിനകത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഞാനിത് കുക്കറിലിട്ട് ആദ്യമേ വേവിച്ച് വെച്ചിരിക്കുകയാണ്, കാരണം നമുക്കിവിടെ പെട്ടെന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇതിനകത്തോട് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവാണ്. അതും ഒന്നാം പാലാണ്, രണ്ടാം പാലിലിട്ടാണ് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചത്. അപ്പോൾ ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഇത്രനേരം സിമ്മിലായിരുന്നു ഇട്ടത്, നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായി ഇളക്കണം. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇത് നന്നായി ഇളക്കി ഇത് നന്നായി വറ്റി വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇച്ചിരി ജീരകം ഇട്ട് വയ്ക്കും. ഇത് ഇതിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ജീരകം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മൾ വിഷുവിന് നമ്മൾ കണി കാണുന്നത്, നമ്മുടെ കൃഷ്ണനെ നമ്മൾ കണി കാണും. അപ്പോൾ അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വിഷുവിൻ്റെ അന്ന്, വിഷു 1-ാം തീയതിൻ്റെ അന്ന് നമ്മൾ ലോകഗുരുവിനെ കണി കാണണം എന്നാണ്. അത് നമ്മുടെ കുടുംബത്തിന് സകല ഐശ്വര്യങ്ങളും കൊണ്ടുവരും എന്നാണ് അതിൻ്റെ. അങ്ങനെയാണ് നമ്മൾ കൃഷ്ണനെ കണി കാണുന്നത്. കൃഷ്ണനെ കണി കാണുന്നതിൻ്റെ കാരണം തന്നെ ദ്വാപരയുഗത്തിൻ്റെ അവസാനവും കലിയുഗത്തിൻ്റെ ആദ്യ ഗുരുവായ ആണ് നമ്മൾ ശ്രീകൃഷ്ണനെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗുരുവിനെ കണി കണ്ടാൽ ആ വർഷം മുഴുവൻ നമുക്ക് സകല ഐശ്വര്യങ്ങളും സമൃദ്ധിയും കുടുംബത്തിലുണ്ടാവും എന്നുള്ള ഒരു കാര്യം നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ വിഷുവിന് അങ്ങനെ ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ അത് ഇവിടെ ഏകദേശം തിളച്ച് വറ്റി തുടങ്ങി. ഞാനിനി ഇത് സെറ്റാക്കിയിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കഴിക്കുന്ന ഒരു ഇതും കൂടി ഉണ്ട്. നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞാൽ ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത് ശർക്കര തിളപ്പിച്ച് ഉരുക്കി ഇതിൻ്റെ കൂടെ വയ്ക്കും. അപ്പോൾ വിഷു കട്ട നമുക്ക് ശർക്കരേൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. അപ്പോൾ ഇനി ഇത് വെന്തതിന് ശേഷം വേണം നമ്മൾ ഇനി അടുത്ത അത് സിമ്പിളായിട്ട് നമ്മൾ ശർക്കര ഉരുക്കി ഏലക്ക ഇട്ട് വെച്ചാൽ മതി. ഇപ്പോൾ അതായത് ഏകദേശം വെന്ത് നല്ല തേങ്ങാപ്പാലിൻ്റെ മണം വരുന്നുണ്ട്. ജീരകമൊക്കെ ഇട്ടപ്പോൾ നല്ല സ്മെല്ലായി വരുന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടെ ഒന്ന് വേവാനുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അങ്ങനെ ഇത് ഏകദേശം നന്നായി വറ്റി, ഏകദേശം അല്ല നന്നായി വറ്റി ഇത് നല്ല സെറ്റായിട്ടുണ്ട്. നല്ല മണം ഒക്കെ വരുന്നുണ്ട്. ആ ചേട്ടന്മാർക്കൊക്കെ മനസ്സിലാവും, അവർക്ക് നന്നായി മണം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഇങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ ലാസ്റ്റ് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ എടുത്ത് ഈ പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുക. അങ്ങനെ ഞാനിത് നമ്മുടെ പ്ലേറ്റിലേക്ക് പകർത്തുകയാണ്. പ്ലേറ്റിലേക്ക് പകർത്തുമ്പോൾ നമ്മളിതിനെ നന്നായി പകർത്തിയതിന് ശേഷം ഇതിനിങ്ങനെ നമ്മൾ പരത്തി ഒരു കേക്ക് പോലെ ആക്കണം. നല്ല ഭംഗിയിൽ
ചെറിയ ചൂടുണ്ടാവും, നമ്മൾ തുണി പിടിക്കുക. ഇത് ആ ചൂടോടുകൂടി തന്നെ നമ്മൾ പ്ലേറ്റിൽ വെക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് ചൂട് പോയി കഴിയുമ്പോൾ ഇത് കട്ട് ചെയ്യും, കുറച്ചും കൂടെ കട്ട് ചെയ്യും. ഏകദേശമായി. നമ്മളിനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ ശർക്കര ചെയ്യാൻ പോവാണ്. ശർക്കര ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി ഇതിൻ്റെ കൂടെ നമ്മൾ സൈഡായിട്ട് വയ്ക്കുന്നുണ്ട്. നല്ല ഷേപ്പിൽ നമ്മളിത് ആക്കി വെച്ചു. ഇനി ആക്കി വെച്ചതിന് ശേഷം നമ്മളിതെല്ലാം മാറ്റി ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശർക്കര ഉരുക്കാനാണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഞാനിവിടെ ഒന്ന് റെഡി ആയിക്കട്ടെ. ഇനി ശർക്കര ഉരുക്കുന്നതിനായിട്ട് നമ്മൾ പാത്രം എടുക്കുകയാണ്. ഇതിനകത്ത് കുറച്ച് ശർക്കര ഇട്ടിട്ട് നമ്മളിതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ഒന്നാം പാൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഏലക്ക ഇടും. ഏലക്കയും കൂടെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നന്നായി ഉരുക്കി വന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കും. അപ്പോൾ ആദ്യം ഞാൻ സ്റ്റവ് കത്തിക്കാൻ പോവാണ്. നമ്മൾ ആവശ്യത്തിന് ശർക്കര ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവാണ്. ശർക്കര നന്നായി ഉരുകി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. ഏലക്ക നമ്മൾ നേരത്തെ ഒന്ന് ചെറുതായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏലക്ക അതിനകത്തിട്ടു. കുറച്ച് നേരം ഈ ശർക്കര ഒന്ന് ഉരുകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ശർക്കര നന്നായി ഉരുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് ഒന്നാം പാൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് വയ്ക്കാം. അപ്പോൾ നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മളിത് മാറ്റിയിട്ട് ഇത് കഴിക്കാം. നമുക്ക് വിഷുവിനിപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ പാചകം ചെയ്യുമ്പോൾ നമ്മൾ ആൺപിള്ളേർക്കൊക്കെ വേണമെങ്കിൽ ഷൈൻ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു ഐറ്റമാണിത്. വലിയ പണിയൊന്നുമില്ല. ശർക്കര നന്നായി ഉരുകി റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇനി ഈ പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാൻ പോകട്ടോ. പകർന്നു കഴിഞ്ഞു. ഇനി അടുത്തത് ചെയ്യാനുള്ളത് ഇത് നന്നായി കട്ട് ചെയ്യണം. കേക്ക് കട്ട് ചെയ്യുന്ന പോലെ പീസായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യണം. നമ്മൾ ശർക്കരയും കായ വറുത്തതും ഒക്കെ നമ്മുടെ സദ്യയിൽ വിളമ്പിയതിന് ശേഷം വിളമ്പാണ് ചെയ്യാറ് സാധാരണ. അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഞാൻ കുറച്ച് പീസുകളായിട്ട് ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് 2 കഷ്ണം മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ അത് റെഡിയായി. ശർക്കര ഒന്ന് ഒഴിക്കുകയാണ്. അങ്ങനെ എല്ലാം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ കളിയാക്കിയിട്ട് പോയ ഒരാളുണ്ട്. നമുക്ക് ആദ്യം ഇവിടെ കൊണ്ടുവരാം. ആളെവിടെ പോയി? ഹലോ, നല്ല മണമൊക്കെ കേട്ടോ. വിചാരിച്ച പോലെ ഒന്നല്ല, സംഭവം പൊളിയായിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ടേസ്റ്റ് എടുക്കട്ടെ? എടുക്കാം. മുക്കിയല്ലേ കഴിക്കാം? അതെ അതെ. ചൂടുണ്ടോ? കുഴപ്പമില്ല. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ആള് കണ്ട പോലെ ഒന്നും അല്ല, ഗംഭീരമായിട്ടുണ്ട്. ഇതിപ്പം തേങ്ങാപ്പാലല്ലേ? തേങ്ങാപ്പാലിന്റെ ടേസ്റ്റും ജീരകത്തിന്റെ ഒരു ഫ്ലേവറും ശർക്കരയും അതിന്റെ മധുരവും ഒക്കെ ചേർന്നിട്ട് ഗംഭീരം എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. അപ്പൊ പെൺപിള്ളാരൊക്കെ ഒന്ന് മാറ്റി നിർത്തി ചെക്കനെ കൊണ്ടുവന്നത് മോശമായിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ആണുങ്ങൾ പാചകം പഠിക്കുന്നത് വളരെ നല്ലതാണ്. അതെ. പിന്നെ നമ്മുടെ നാട്ടിലെ ഇത് മാങ്ങക്കറി കൂട്ടി കഴിക്കും. മധുരം കൂട്ടി കഴിക്കണമെന്നുള്ളവർ ഇങ്ങനെ കഴിക്കും. പിന്നെ അവിടെ ഒരു സ്പെഷ്യൽ മാങ്ങക്കറി ഉണ്ട്, അത് കൂട്ടി കഴിക്കും ചെയ്യും. അങ്ങനെയും ചെയ്യും. തൃശ്ശൂർ എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അല്ലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണെന്നല്ല, മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഈ വിഷുവിന് നിർബന്ധമായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് വിഷുക്കട്ട. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വിഷുവാണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ വിഷുവിൻ്റെ നിറവും ചെറുതായിട്ടൊന്ന് മങ്ങിയിട്ടുണ്ടായിരുന്നു. കോവിഡും ലോക്ക്ഡൗണും ഒക്കെ വന്നിട്ട് എല്ലാവരും വളരെ വിഷമകരമായ ഒരു ഘട്ടത്തിലായിരുന്നു. ഈ പ്രാവശ്യം സ്ഥിതി മറിച്ചല്ല. പക്ഷെ എന്നാലും
വളരെ ലളിതമായിട്ട് നമ്മുടെ വീടുകളിലിരുന്ന് സേഫായിട്ട് നമുക്ക് വിഷു ആഘോഷിക്കാം. ഒപ്പം എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എല്ലാവിധ നന്മയും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു.